ലോകത്തെ മുൾമുനയിൽ നിർത്തി 4 ദിവസം നീണ്ടുനിന്ന ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം വെടിനിർത്തലിൽ കലാശിക്കുമ്പോൾ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തല ഉയർത്തി നിൽക്കുന്നത് ഇന്ത്യ എന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. കാരണം സാധാരണക്കാരെ കൊലപ്പെടുത്താതെ എങ്ങനെ മറ്റൊരു രാജ്യത്ത് കയറി നാശം വിതയ്ക്കാമെന്നത് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ഈ പ്രത്യാക്രമണം വഴി ഇന്ത്യക്ക് സാധിച്ചിരിക്കുകയാണ്. എന്തിനേറെ പറയുന്നു, ഇസ്രായേലിന് പോലും ഇത്ര വ്യക്തമായ ആക്രമണം ഒരു രാജ്യത്ത് പോലും നടത്താൻ കഴിഞ്ഞിട്ടില്ല. അമേരിക്കയും ചൈനയും നൽകിയ ലോകത്തെ മികച്ച പ്രതിരോധ സംവിധാനങ്ങൾ തകർത്താണ് പാകിസ്ഥാനിൽ ഇന്ത്യൻ ഡ്രോണുകളും മിസൈലുകളും ലക്ഷ്യം കണ്ടിരിക്കുന്നത് പോലും. ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ വ്യോമ താവളങ്ങളും റഡാർ സംവിധാനങ്ങളും ഉൾപ്പെടെ തകർന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മാത്രമല്ല, ഒടുവിൽ പാകിസ്ഥാൻ മാധ്യമങ്ങളും ചിത്രങ്ങൾ സഹിതമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് അമേരിക്കയുടെയും ചൈനയുടെയും പ്രതിരോധ സംവിധാനങ്ങളെ ആശ്രയിക്കുന്ന എല്ലാ രാജ്യങ്ങളെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ 1971 യുദ്ധവുമായി ഇപ്പോഴത്തെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ താരതമ്യപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ്. എന്നാൽ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചടവുമായി എത്തിയിരിക്കുന്ന കോൺഗ്രസ് അറിയാൻ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാം. 1971 യുദ്ധം ഇന്ത്യയെ സംബന്ധിച്ച് അനിവാര്യമായ ഒരു കാര്യമായിരുന്നു. അന്ന് സോവിയറ്റ് യൂണിയൻ എന്ന മഹാശക്തിയാണ് പാകിസ്ഥാനെ സഹായിക്കാൻ വന്ന അമേരിക്കയുടെയും ബ്രിട്ടന്റെയും പടക്കപ്പലുകളെ തുരത്തി ഓടിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല. ഒരു സൈനിക നടപടിക്കും ഒരു രാജ്യത്തിന്റെയും പിന്തുണയും തേടിയിട്ടില്ല. മറിച്ച് ഒറ്റയ്ക്ക് നിന്ന് തന്നെയാണ് ഇന്ത്യൻ സൈന്യം ആണവരാജ്യമായ പാകിസ്ഥാനിൽ കയറിയടിച്ച് തകർത്തിരിക്കുന്നത്. ഇനി കോൺഗ്രസിനോട് മറ്റൊരു ചോദ്യം. 1971 പാകിസ്ഥാൻ ആണവ രാജ്യമായിരുന്നുവെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ കാട്ടിയ ഈ ധൈര്യം ഇന്ദിരാഗാന്ധി കാണിക്കുമായിരുന്നു? തീർച്ചയായും ഉത്തരം കിട്ടേണ്ട ഒരു ചോദ്യമാണ്. എന്തെന്നാൽ ആണവ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധം സമീപകാലത്തൊന്നും തന്നെ ലോകത്ത് നടന്നിട്ടില്ല. അമേരിക്ക മാത്രമല്ല, പറന്ന് നടന്ന് ആക്രമിക്കുന്ന ഇസ്രായേൽ പോലും ഒരു ആണവ രാജ്യത്തെയും ആക്രമിച്ചിട്ടില്ലെന്നതും വിമർശനം ഉന്നയിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ഓർക്കുന്നത് നല്ലതാണ്. കോൺഗ്രസ് ഭരണമായിരുന്നുവെങ്കിൽ ഇതുപോലെ കരുത്തുറ്റ പ്രതിരോധ സംവിധാനവും നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുമായിരുന്നില്ല. രാജ്യം കണ്ട ഏറ്റവും മോശം പ്രതിരോധ മന്ത്രിയായ AK ആന്റണിയുടെ ഭരണകാലം ഓർക്കുന്നത് തന്നെ രാജ്യത്തിന് നാണക്കേടാണെന്നതും ഓർക്കണം. എന്തെന്നാൽ 1971 യുദ്ധത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണം കറാച്ചി ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിലൂടെ ലാഹോർ, റാവൽപിണ്ടി, ഇസ്ലാമാബാദ് തുടങ്ങിയ നിരവധി പാകിസ്ഥാൻ മേഖലകളിൽ വൻ നാശനഷ്ടമാണ് പാകിസ്ഥാന് സംഭവിച്ചിരിക്കുന്നതും. തീർച്ചയായും ഇത് പാകിസ്ഥാനെ സംബന്ധിച്ച് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ആഴത്തിലുള്ള മുറിവുകൾ തന്നെയാണ് സമ്മാനിച്ചിരിക്കുന്നത്. ഇത്തരം മുറിവുകൾ പാകിസ്ഥാന് സമ്മാനിച്ചതിന് രാഷ്ട്രീയ വൈദ്യം മറന്ന് നരേന്ദ്രമോദി സർക്കാരിനെ അഭിനന്ദിക്കുകയാണ് കോൺഗ്രസ് ചെയ്യേണ്ടത്. ബംഗ്ലാദേശിന്റെ വിമോചനത്തിലൂടെ അവസാനിച്ച 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് സമാനമായിട്ടുള്ളൊരു സാഹചര്യമല്ല ഇപ്പോഴുള്ളതെന്നത് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗവും MP-യുമായ ശശി തരൂർ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഇത് കോൺഗ്രസ് നേതൃത്വത്തിനുള്ള മറുപടി കൂടിയാണ്. സത്യം എന്താണെന്ന് നിങ്ങളുടെ നേതാവിന്റെ വായിൽ കൂടി തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യൻ പാർലമെന്റിലും മുംബൈയിലും കൂട്ടക്കുരുതി നടത്തിയ ഭീകരർ അഴിഞ്ഞാടിയപ്പോൾ പ്രതിഷേധം പ്രസ്താവനയിൽ ഒതുക്കി വാതിലടിച്ചു കിടന്ന കോൺഗ്രസ് ഭരണകൂടത്തിന്റെ നെറുകെട്ട നിലപാട് എന്തായാലും കാശ്മീരിൽ വിനോദസഞ്ചാരികളെ ആക്രമിച്ച സംഭവത്തിൽ നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചിട്ടില്ല. അതേസമയം ലോകത്തെ ആയുധ വിപണികളിൽ ഒരു പൊളിച്ചെഴുത്തിന് പ്രേരിപ്പിക്കുന്നതാണ് ഇന്ത്യയുടെ പ്രത്യാക്രമണം എന്നതാണ് യുദ്ധ വിദഗ്ധർ പോലും ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. എന്തെന്നാൽ ലോകത്തിന് മുന്നിൽ ഇതാദ്യമായിട്ടാണ് ഇന്ത്യയുടെ പ്രതിരോധ കരുത്ത് എന്താണെന്ന് പുറത്തറിയുന്നത്. ഇത്രയും ശക്തമായൊരു മിസൈൽ പ്രതിരോധ സംവിധാനം ഇന്ത്യയിൽ ആക്റ്റീവ് ആണെന്നത് പാകിസ്ഥാനും ചൈനയും മാത്രമല്ല, സാക്ഷാൽ അമേരിക്ക പോലും തിരിച്ചറിയുന്നത് ഇപ്പോഴാണ്. എന്തായാലും ഭീകരരെ പറഞ്ഞു വിട്ടവരുടെ താവളത്തിൽ കടന്നാണ് ഇന്ത്യ തങ്ങളുടെ പ്രതികാരം ചെയ്തിരിക്കുന്നത്. അതാണ് ഒടുവിൽ പാക് സൈന്യത്തിന്റെ താവളങ്ങൾ ചാമ്പലാക്കുന്നതിൽ വരെ കലാശിച്ചത്. ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിവച്ചിട്ടില്ലെന്നും അതിപ്പോഴും തുടരുന്ന സാഹചര്യമായതിനാൽ ഊഹാപോഹങ്ങൾക്ക് പുറകെ പോകരുതെന്നാണ് സൈന്യം പോലും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതായത് ഇനിയും വേണ്ടി വന്നാൽ പാകിസ്ഥാനെ കയറിയടിക്കുമെന്ന കൃത്യമായ മുന്നറിയിപ്പാണിത്. രാജ്യം ആഗ്രഹിക്കുന്നതും ആ വാക്കുകൾ തന്നെ.